ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തിട്ടോ. ഡിസംബർ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പറയാൻ തുടങ്ങിയാണ് ഡിസംബർ മന്ത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, ക്രിസ്മസ് ഭയങ്കര സ്പെഷ്യലാണെന്നൊക്കെ. എന്നാൽ പിന്നെ ഈ വർഷത്തെ ക്രിസ്മസ് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റാർ ഇടുക എന്നുള്ള ആചാരത്തിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർ ഇട്ടു. എല്ലാ വർഷവും 3 സ്റ്റാർ ഇടാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ 2 സ്റ്റാറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സ്റ്റാർ നമ്മൾ പഴയതായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. കുറച്ച് പേർക്കൊക്കെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ചെറിയൊരു പരിചയം ഉണ്ടാവും. വേറൊന്നുമല്ല, നമ്മൾ കടിൽ ഡയറീസിൽ പ്രെപ്പിംഗ് ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ക്ലിപ്സൊക്കെയാണ് ഇതൊക്കെ. അതിലെ ക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ ഇടുക, പുൽക്കൂട് ഉണ്ടാക്കുക, ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുക, ഈ സംഭവങ്ങളൊക്കെ ഓൾറെഡി ഞാൻ അതിൽ വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു. ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മീൻസ് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ക്രിസ്മസിൻ്റെ ദിവസം മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ആദ്യം മുതൽ നമ്മൾ ക്രിസ്മസിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ സ്റ്റാർ ഇടുക എന്നുള്ള ചടങ്ങിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് പുൽക്കൂട് സെറ്റ് ചെയ്യലാണ്. എല്ലാ വർഷവും ഡാഡി നല്ല വലിയ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാറുണ്ട്. മീൻസ് സ്ക്രാച്ചിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, റീപ്പർ കഷ്ണമൊക്കെ വെച്ച് പുല്ലൊക്കെ വലിച്ചിട്ട് വന്ന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കിയതാണ് ഒരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട്. മീൻസ് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം. അത് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ ഈ വർഷവും ഞാൻ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കിയതൊക്കെ വളരെ നന്നായിട്ട് പോയി. പിന്നെ 2 ദിവസത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കോഴികളുണ്ട്. അതായത് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും വളർത്തുന്ന കോഴികൾ. ആ കോഴികൾ മുട്ടയിടുന്നതൊക്കെ പുൽക്കൂട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക കാലം അങ്ങോട്ട് നിലനിന്നില്ല. റൂഫൊക്കെ അഴിച്ച് പണിത് കുറച്ച് സീരീസിലായിട്ടൊക്കെ ഇട്ടിട്ട് ഡാഡി വേറെ ഒരു പുൽക്കൂടൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. പറയാനാണെങ്കിൽ ക്രിസ്മസ് ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിയട്ടെ, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ച് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ആയിട്ട് ഇടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു അവസാനമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെയാണ് ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ആരും പുൽക്കൂടൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. എന്തായാലും ഇതൊക്കെ കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്താ സംഭവം എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പോൾ അടുത്ത ക്രിസ്മസിന് എന്തായാലും ഇത് പരീക്ഷ നോക്കിയാൽ ഭയങ്കര എളുപ്പം ചെയ്യാനായിട്ട്. പുൽക്കൂടിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീ പുറത്ത് വെച്ച് മറന്നുപോയി. ആ സാധനമൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാസന്തിയുടെ കോലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട്, അതായത് എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ എല്ലാ ക്രിസ്മസിനും പുതിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. മീൻസ് ഗാർലൻഡ്സോ അല്ലെങ്കിൽ ഹാങ്ങിങ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഇന്നേ വരെ ഒരു സാധനം കളഞ്ഞിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ രസം. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു മണി. ദിസ് മണി കുറേ കാലങ്ങളായിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷെ അത് കളയാനായിട്ടൊരു എന്താ പറയുക, മനസ്സ് സമ്മതിക്കണില്ല. കാരണം കുറേ കാലം കയ്യിലുണ്ടായിരുന്നല്ലേ. എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. മീൻസ് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അത് കളയേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് വിഷമമാവുമെന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. എൻ്റെ അമ്മ കേട്ട് കഴിഞ്ഞാൽ അത് പ്രാന്താണെന്നൊക്കെ പറയാറുണ്ട്. ക്രിസ്മസ് ട്രീ സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് ബാക്കി വന്ന ഗാർലൻഡ്സ് വെച്ചിട്ടൊരു എന്താ പറയുക ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം എന്ന് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ പട്ടുവിനായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. എല്ലാം ഫസ്റ്റ് ടൈം ആണല്ലോ കുറച്ച് ബോധം വെച്ചതിന് ശേഷം കാണുന്നത്. ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും സന്തോഷം ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുക, പുൽക്കൂട് ഉണ്ടാക്കുക, സ്റ്റാർ ഇടുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് അതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു വൈബ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് രാത്രി 11 മണിക്കൊക്കെയാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോഴാണ് ആ ഒരു ഡിസംബർ ഫീൽ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയത്. പിന്നെ പുൽക്കൂടിൻ്റെ ബാക്കി പരിപാടിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മീൻസ് നമുക്ക് എന്താ പറയുക പുല്ലും വൈക്കോലൊക്കെ വെച്ച് സെറ്റ് ആക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അടുത്ത ദിവസം ചെയ്യാമെന്ന്. ഇതിനൊക്കെ ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫ്രണ്ടിൽ റൂം ക്ലീൻ ചെയ്യാന്നുള്ള. കാരണം നമ്മൾ അവിടെയാണല്ലോ എല്ലാ പരിപാടിയും ചെയ്തത്. അപ്പോൾ പിന്നെ അവിടെ തന്നെ എല്ലാ സാധനവും വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം നമ്മുടെ പള്ളിയിൽ നിന്ന് കരോള് വരുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ വൃത്തിയാക്കി നീറ്റാക്കി വെക്കണമല്ലോ. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം ഫുള്ള് പണി A to Z, അതായത് എന്താ പറയുക തുണികൾ അലക്കാനിടുന്നത് മുതൽ അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ള എല്ലാ സാധനം വരെ ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങൾ കണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി കടൽ ഡയറീസിൽ പറഞ്ഞതാണ്, പലർക്കും ഇതൊക്കെ ബോറടിക്കുന്നുണ്ടാവും, എന്നാലും ഒന്നുകൂടെ പറയാം. ഇതൊരു പൗച്ചാണ്. പൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ കാല് പിടിച്ച് കരിഞ്ഞ് വാങ്ങിച്ചൊരു സാധനമാണ്. അതിന് ഏകദേശം 600-800 റുപ്പീസ് എന്തോ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. അന്ന് പക്ഷേ അധികമൊന്നും ഇങ്ങനത്തെ സാധനമൊന്നും കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ സാധനമാണ്. ഞാൻ വിചാരിച്ചത് ചെറിയൊരു പൗച്ചായിരിക്കുന്നായിരുന്നു, പക്ഷേ ഇത് നല്ല യമണ്ടൻ സാധനമായിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത്, പിന്നെ ഇപ്പം എന്ത് തുടയ്ക്കാൻ എടുക്കുകയാണെങ്കിലും ഞാൻ പട്ടുവിൻ്റെ വൈപ്സാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണിയെടുത്ത് വെള്ളം നനച്ച് തുടയ്ക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഓൾറെഡി വെറ്റ് വൈപ്സ് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനവും ഞാൻ അത് വെച്ചാണ് ക്ലീൻ ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു കലമാനൊക്കെ ഒരു 2 വർഷം മുമ്പേ വാങ്ങിച്ചൊരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെ ഗ്ലിറ്ററൊക്കെ ഇളകിപ്പോയി കേടായതാണ്. പക്ഷെ എന്നാലും എനിക്കതൊന്നും കളയാനായിട്ട് മനസ്സ് വരുന്നില്ല. പിന്നെ ഈ ഒരു ബോട്ടിലൊക്കെ ഞാൻ ഒരു 5-6 പഠിക്കുന്ന സമയത്ത് ബോട്ടിൽ ആർട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് വേറൊന്നുമല്ല, നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞപ്പോൾ പുറത്ത് ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ് നല്ല ഡിസ്കോ പോലെയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. പരിപാടിയൊക്കെ ചെയ്യുന്നത് ഏകദേശം ഒരു 1 മണിക്കാണ്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണം. പകുതി വഴി വെച്ചിട്ട് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എത്ര സമയമായാലും കുഴപ്പമില്ല, നമുക്ക് ഇന്ന് തന്നെ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ കുറേ പേരുടെ കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മീൻസ് രാത്രി ഒരുപാട് നേരം ഉറക്കൊഴിച്ചിരിക്കേണ്ട, അത് ഹെൽത്തിന് നല്ലതല്ല. എനിക്കും അറിയാം ഗൈസ്. പക്ഷേ എന്താണെന്ന് അറിയില്ല, എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ എങ്ങനെ പോലും കിട്ടില്ല. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാനും കിട്ടില്ല. ഈവൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത് 2:46 പുലർച്ചെ. എന്തായാലും ഞാൻ ഒരു അടുത്ത വർഷം ആകുമ്പോഴല്ല, ഒരു ന്യൂ ഇയർ പ്രപ്പൊക്കെ ആയിട്ട് അതൊക്കെ റുട്ടീനൊക്കെ കുറച്ച് ശരിയാക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഡയലോഗ് അടിച്ച് നമ്മുടെ റൂമൊക്കെ നല്ല അന്തസ്സായിട്ട് വൃത്തിയായിട്ടുണ്ട്. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ 1:20 പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് 1:30 ആകുമ്പോഴേക്കും കിടന്നു. അടുത്ത ദിവസത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂടിന് പുല്ല് വെക്കണമല്ലോ. അപ്പോൾ അടുത്ത വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ അവിടെ പോയി വൈക്കോലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ വൈക്കോലൊക്കെ എടുത്തിട്ട് വന്നു. പക്ഷേ രാത്രി ആയപ്പോഴാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പുല്ലെങ്ങനെ വെക്കുന്നുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷനായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ച് അങ്ങോട്ട് ഒട്ടിച്ചാലോ എന്ന്. അതിന് വേണ്ടി ഫെവിക്കോൾ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കൂടുതലായിപ്പോയി. അതിനുള്ള എക്സ്പ്രഷനാണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. പുല്ലൊക്കെ ഫെവിക്കോൾ തേച്ച് ഒട്ടിക്കുന്നത് ഒരു അപാര ചിന്തയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അത് വർക്കായി, അത് അവിടെ തന്നെ ഒട്ടി നിന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ കുറച്ച് സെല്ലോ ടേപ്പ് വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചു. വേറൊന്നുമല്ല, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് കരോൾ പള്ളിയിൽ നിന്ന് വരും. അപ്പം പിന്നെ അതിന് മുമ്പേ പരിപാടിയൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ അമ്മയും ഞാനും കൂടെ നിന്ന് ഒട്ടിച്ച് ഈ ഒരു രൂപത്തിലോട്ടാണ് ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പുൽക്കൂടിനകത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ തപ്പിയെടുത്ത് ഇതിന് മുമ്പ് ഒരു സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സെറ്റൊക്കെ കുറച്ച് പൊടിഞ്ഞു പോയി. പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എന്തായിരുന്നു ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓരോ രൂപങ്ങളൊക്കെ ഉള്ളിലോട്ട് വെച്ച് എല്ലാം സെറ്റാക്കി. മാലാഖയ്ക്ക് തൂങ്ങിക്കിടക്കാൻ ഒരു സ്ഥലമൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിലൊരു ഓട്ടയൊക്കെ ഇട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടായിരുന്നു മാലാഖേനെ സെറ്റാക്കിയത്. രാത്രി ആയപ്പോൾ പള്ളിയിൽ നിന്നും കരോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാദർ ബ്ലസ്സൊക്കെ ചെയ്തു. ക്രിസ്മസ് പപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡാൻസൊക്കെ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ പട്ടു ഭയങ്കര ഹാപ്പി ആയിരുന്നു. പട്ടുവിന് ആദ്യം കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ക്രിസ്മസ് പപ്പ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രീ ആയി. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ഒരു ഡ്രസ്സ് പട്ടു ജനിച്ച സമയത്ത് വാങ്ങിച്ചായിരുന്നു. എന്തായാലും അടുത്ത ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത് അറിയുന്ന വീടുകളിലൊക്കെ പോവുക, കേക്ക് കൊടുക്കുക. മീൻസ് അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ പോയി കേക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. അപ്പോൾ ഞാനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു. ഈ ബാക്കിലിരിക്കുന്നത് ഒരു പുൽക്കൂടാണ് ഗൈസ്, വേറൊന്നുമല്ല ഗൈസ്. എൻ്റെ വീട്ടിലെ പുൽക്കൂടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്കൂളിൽ ക്രിസ്മസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കളയാൻ വെച്ചിരുന്ന പുൽക്കൂട് അമ്മ വീട്ടിലെടുത്തുകൊണ്ട് വന്നു. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ സെറ്റൊന്നും ചെയ്തില്ല. കാരണം അതിലുള്ളത് പുല്ലൊക്കെ ആണല്ലോ, അതും എൻ്റെ കോഴികൾക്ക് വേണം. എന്തായാലും ആ പരിപാടിക്ക് ശേഷം നമ്മുടെ ഫ്രണ്ട് കാർത്തികനങ്ങളുടെ വീട്ടിൽ പോയി കേക്കൊക്കെ കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ ഡാഡിയും പട്ടും കൂടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ആ പുൽക്കൂടിൻ്റെ കോലം. പക്ഷെ കാര്യമില്ല, ഉപയോഗിച്ചില്ല. പിന്നെ ആ ഒരു ദിവസം രാത്രി പട്ടുവിന് ചുമ്മാ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചിറ്റൂർ വണ്ടർബിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സെന്ന് പറയുന്നത്
ഈ ഒരു ഡ്രസ്സായിരുന്നു. പിന്നെ ആസ് എ സോഷ്യലി ഓക്വേർഡ് പേഴ്സൺ വല്ല കടയിലൊക്കെ കയറി ക്യാമറ പിടിച്ച് പൊക്കി നിൽക്കാനായിട്ട് എനിക്ക് ഇത്തിരി മടിയുള്ള കാരണം ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അമ്മ എനിക്ക് ഒരു സാന്റാക്ലോസിൻ്റെ ഒരു ടോയ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സബ്സ്ക്രൈബറിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ക്രിസ്റ്റീനെ സബ്സ്ക്രൈബർ എന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് പണ്ട് പോലെ അറിയാം, അത്ര പരിചയമില്ലെങ്കിലും എനിക്ക് അറിയുന്ന ഒരാളാണ്. ആൾ എന്നെ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ തോന്നില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതായത് എന്താ പറയുക, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ പുൽക്കൂട്. ഡാഡി അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ. പിന്നെന്താ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഈ ഒരു ദിവസം രാത്രിയാണ് ക്രിസ്മസ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ആഡംബരമൊന്നും കാണിക്കാൻ നിന്നില്ല. രാത്രി കാണാനായിട്ട് അത്യാവശ്യം കുറച്ച് ലുക്കൊക്കെ ഉണ്ടായിരുന്നു ദൂരേന്ന് കാണുമ്പോൾ. എന്തായാലും ആ ഒരു ദിവസം രാത്രി നമുക്ക് പള്ളിയിൽ പോകണമായിരുന്നു, നമുക്ക് കുർബാന ഉണ്ടല്ലോ. ആ ഒരു ടൈമിൽ അമ്മൂമ്മ അടുക്കളയിൽ ഒരു നെയ്യപ്പം ഉണ്ടാക്കാനുള്ളൊരു പരിശ്രമത്തിലായിരുന്നു. ഉണ്ടാക്കിയതിൽ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും തോന്നിയില്ലെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, തിരക്കേടില്ല, നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. എന്തായാലും പള്ളിയിൽ പോകാനായിട്ട് 11:30 പോകേണ്ടതാണ്. 11 മണിക്കാണ് ഞാൻ ഈ കുളിച്ച് വന്ന് നിൽക്കുന്നത്. ഇന്നേ വരെ ഒരു പരിപാടിക്ക് പോലും കറക്റ്റ് സമയത്തിന് എഴുന്നേറ്റ് റെഡിയായി പോയിട്ടുള്ള ചരിത്രം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതില്ല. എന്തായാലും ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ചിട്ടൊക്കെയാണ് ഞാൻ വന്നത് ആ ഒരു 11 മണി സമയത്ത്. മീൻസ് എനിക്ക് തല കുളിച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഉണക്കി സെറ്റ് ചെയ്യണം, അല്ലാണ്ട് നനഞ്ഞ് മുടി ഇട്ടിട്ട് പോകാനായിട്ട് എനിക്ക് എന്തോ ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ ഉള്ളൊരു 10 മിനിറ്റ് വെച്ചിട്ട് പറ്റുന്നത്ര മുടിയൊക്കെ ഉണക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും തലവഴി നമ്മൾ ഷോൾ ഇടും, അപ്പോൾ പിന്നെ ഈ മുടിയൊന്നും സെറ്റ് ചെയ്തിരിക്കുന്നൊന്നും ആരും കാണില്ല, അപ്പോൾ പിന്നെ ഇതൊക്കെ മതി എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ആകെ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണല്ലോ. അപ്പോൾ ലിപ്സ്റ്റിക്കിൽ നമുക്ക് വലിയ വകഭേദമൊന്നും കാണിക്കാൻ പറ്റില്ല. ലിപ്സ്റ്റിക്ക് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ലൈനർ ഇടും, പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ലിപ് ബാം ഇടും. ഇതാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയാറുള്ളത്. പിന്നെ കണ്ണൊക്കെ ഇച്ചിരി തിളങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു മസ്കാരയും ഐലാഷ് കളറൊക്കെ ചെയ്ത് കൊടുത്തു. അതൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ കാര്യത്തിലൊരു കോഴിയാണ് കൈസി കൂവിയത്. എന്താണെങ്കിലും ഇപ്പോഴും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി മനസ്സിലായി. എനിവേയ്സ് ഈ ഒരു ലുക്കിലാണ് ഞാൻ പള്ളിയിൽ പോയത്. ലുക്കെന്നൊന്നും പറയാനൊന്നുമില്ല, ആകെ ആ ഡ്രസ്സ് എടുത്തിട്ടു മുടിയൊന്നും ഇതാക്കി, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ഷോളൊക്കെ ഇട്ട് പള്ളിയിൽ പോയി. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാനും അമ്മൂമ്മയും മാത്രമേ രാത്രി പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ രാവിലെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അങ്കിളും ആൻറ്റിയൊക്കെ മൂന്നാറിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ ഡയറക്റ്റ് പള്ളിയിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ വേറെ പള്ളിക്കാരുടെ ഒരു കുർബാനയും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. മീൻസ് അവരുടെ പള്ളി പൊളിച്ചിട്ട് അവർ തൽക്കാലത്തേക്ക് ഇവിടെ ആയിരുന്നു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്താണേലും പള്ളിയിൽ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ആസ് ഐ ടോൾഡ് യു, ഐ ആം എ വെരി സോഷ്യലി ഓക്വേർഡ് പേഴ്സൺ. കുർബാനയൊക്കെ കഴിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പടക്കമൊന്നും കാണാൻ പറ്റില്ല, എല്ലാം പള്ളിയുടെ പുറകെ പോയിരുന്നു പൊട്ടുണ്ടായിരുന്നു. ആകെ കണ്ടത് ഫ്രണ്ടിൽ കത്തിച്ചൊരു പൂത്തിരി മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്കിളും ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ കുട്ടിയാണ്, ജോൺ എന്നാണ് പേര്. നമ്മൾ ബബ്ലു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വിളിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ബബ്ലു അവിടെ ഉണ്ടായിരുന്ന സ്റ്റാൻഡ് ഇവിടെ എടുത്ത് കൊണ്ടുവയ്ക്കുക, ഇവിടെയുള്ള സ്റ്റാൻഡ് അവിടെ എടുത്ത് കൊണ്ടുവയ്ക്കുക, ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ പള്ളിയുടെ ക്രിബ് സെറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് അവിടെ ചെരിഞ്ഞ് കിടക്കുന്ന സാന്റാക്ലോസിൻ്റെ ഐഡിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം നേരമൊന്നും ഞാൻ വീഡിയോ എടുത്ത് നിന്നില്ല, വേഗം വീട്ടിൽ പോയി കിടന്നുറങ്ങണം എന്ന് ഒറ്റൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞ് കിടന്ന് തന്നെ നമ്മളൊരു 4 മണി 4:30 ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ബുബിളു നമ്മുടെ ബെൻസൺ ഡക്കിനെ പിഴിഞ്ഞെടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പവും ബീഫും ആയിരുന്നു. പിന്നെ ആ ഒരു ദിവസം അങ്ങനെ വലുതായിട്ട് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും കിടക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മൊത്തം ഉറക്കമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് എന്നൊക്കെ പറയാനായിട്ട് ഈ വക സാധനങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് വീട്ടിൽ ഞാൻ ഇത്രയും ചോറൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ നല്ല അന്തസ്സായിട്ട് കിടന്നുറങ്ങി. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ചുമ്മാ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തൊരു പ്ലേ ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ളൊരു പാർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും കയറിയില്ല, നമ്മൾ പുറത്തു നിന്ന് എല്ലാം കണ്ടിട്ട് അങ്ങോട്ട് വന്നു. പിന്നെ ജോണും പട്ടുവും വല്ലപ്പോഴൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുള്ളത്. ജോണിനാണെങ്കിൽ പട്ടുവിനെ എടുത്തിട്ട് വന്നിട്ട് കളിക്കണം, കെട്ടിപ്പിടിക്കണം, ഒന്ന് തൊട്ട് നോക്കണം. പക്ഷേ പട്ടുവിനാണെങ്കിൽ തൊട്ടാൻ മുട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. ജോൺ വന്നൊന്ന് ചുമ്മാ തൊട്ടാൽ മതി, അപ്പം തന്നെ തുടങ്ങും ഊ ഊ എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലൊക്കെ തുടങ്ങും. രണ്ടുപേരുടെ ഇടയിൽ പെട്ടുപോയത് ഈ അമ്മുച്ചേച്ചിയാണ്. പട്ടു കരിഞ്ഞിട്ട് പോയപ്പോൾ പാവം ടോയ് കൊടുക്കാൻ പോണ പോക്കാണ് ഈ നിങ്ങൾ കാണുന്നത്. എന്തായാലും പിന്നെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേക്കൊക്കെ വേണമല്ലോ. അപ്പോൾ പോളങ്ങിയും ചോട്ടി ചേച്ചിയും കൂടെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടം തോന്നി. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ കേക്കാണ്, പക്ഷെ എന്തോ ഒരു കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് നീക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 വിരലുകൾ അറിയാതെ ഒന്ന് തൊട്ടു അതിനെ. പിന്നെ കേക്ക് കട്ട് ചെയ്തത് ഡാഡിയും അമ്മൂമ്മയും പട്ടുവും ജോണും 4 പേരും കൂടെ ആയിരുന്നു.
അത്ര നേരം അടിയായിരുന്ന കുട്ടികൾ കേക്ക് കണ്ടപ്പോൾ ഒരുമിച്ചു. കേക്ക് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ജോണും കഴിച്ചു, പട്ടുവും കഴിച്ചു, പിന്നെ യമ്മു ചേച്ചിയും കഴിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ജോൺ പട്ടുവിന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ അതൊക്കെ അങ്ങോട്ട് പിച്ച് ചീന്തിയൊക്കെ കളയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതിനകത്ത് എന്താണെന്ന് കൊണ്ട് നോക്കാനാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഇരുന്നത്. തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉടുപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പട്ടു അതിന് ഒറ്റ വലിച്ചെറിയിലായിരുന്നു. എന്താ പെട്ടിയാണ് വേണ്ടത്. രണ്ടുപേർക്കും ഓരോ പെട്ടി വെച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോട്ടിച്ചേച്ചിയും പൊളങ്ങയും കൂടെ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയത് ഈ ഒരു ബാഗായിരുന്നു. ഇത് റിലയൻസിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവം. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബാഗൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ആയി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയി. അത്രയേ ഉള്ളൂ ഗൈസ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ്. എന്തായാലും ഒരു അടിപൊളി ക്രിസ്മസ് ആയിരുന്നു. എനിക്കറിയാം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി, എന്നാലും ഒരു ബിലേറ്റഡ് മെറി ക്രിസ്മസ്.